ജഡ്ജി ഹാരൂൺ റഷീദ് എന്നയാളിന് ഇനി വിരമിക്കാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഒരുപക്ഷെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വിവാദാസ്പദമായ ഒരു കേസായിരിക്കും ഈ സോളാർ വിവാദ കേസ് അദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്ത് കോടതിയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങളെ സംബന്ധിച്ച വാർത്തയും മാതൃഭൂമി വാർത്തകൾ പേജിൽ തന്നിരിക്കുന്നു. നന്നായി പത്രങ്ങൾ ഈ വാർത്ത കൊണ്ടാടിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. മുഖ്യമന്ത്രിയെ സംശയമില്ല എന്ന് പരാതിക്കാരൻ വരെ പറയുമ്പോൾ ചോദ്യം ചെയ്തത് എന്തിനെന്ന് കോടതി ചോദിച്ചതാണ് അവിടെ ഒരു ആശയക്കുഴപ്പവും നാടകത്തിനും കാരണമായത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ പരാതിയില്ലെന്ന് ശ്രീധരൻ നായർ പറഞ്ഞിട്ടില്ല എന്ന് ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ ചൂണ്ടിക്കാട്ടി. അത്തരം പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അന്വേഷണത്തെ തകിടം മറിക്കുമെന്നായിരുന്നു വാദം. മുഖ്യമന്ത്രിക്കെതിരെ പരാതിയില്ല എന്ന വാദത്തിനിടെ ഒരിക്കലും താൻ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീധരൻ നായർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് OV മണിപ്രസാദും വ്യക്തമാക്കി. തനിക്ക് പറയാനുള്ളതെല്ലാം മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ ആവർത്തിച്ചു പറഞ്ഞു. അതിലെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേസ് ഡയറിയിൽ അതുകൂടി ഉണ്ടാകും എന്ന് വ്യക്തം. 164 മൊഴി നൽകിക്കഴിഞ്ഞാൽ അത് അറിയുന്നവർ 3 പേർ മാത്രമാണ്. 1 അത് നൽകിയയാൾ, അതായത് ശ്രീധരൻ നായർ. 2 അത് രേഖപ്പെടുത്തിയയാൾ, അതായത് ആ മജിസ്ട്രേറ്റ്. 3 അതിൻ്റെ കോപ്പി ലഭിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും. 3 പേർക്ക് മാത്രം അറിയാവുന്ന ആ മൊഴി, വക്കീലന്മാർക്ക് പോലും അറിയാത്ത ആ മൊഴി കേസ് ഡയറിയിൽ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ എന്തിന് ആ മൊഴിയുടെ വിശദാംശങ്ങൾ വക്കീലന്മാരോട് ജഡ്ജ് ചോദിച്ചത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മറ്റൊന്ന്, ഹർജിയിൽ ബുധനാഴ്ചത്തെ വാദത്തിനിടെ കേസ് ഡയറി സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി കോടതിക്ക് കൈമാറി. ശ്രീധരൻ നായർ മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ മൊഴി ഉൾപ്പെടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കേസ് ഡയറിയിലുണ്ട് എന്നറിയിക്കുകയും ചെയ്തു. അത് പൊതുരേഖയാണെന്നും പകർപ്പ് തനിക്കും നൽകണമെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചു. ഏതായാലും ഹർജിയിലെ ഭാഗത്തിനൊടുവിൽ കോടതി കേസ് ഡയറിയുടെ പൊതിക്കെട്ട് അതുപോലെ അഡ്വക്കേറ്റ് ജനറലിന് തിരികെ നൽകി. വാദം തീർന്ന് കേസിൻ്റെ വിധി പ്രസ്താവിക്കാനിരിക്കെ വിധി പ്രസ്താവിക്കുന്ന ജഡ്ജ് നാം ഇത് വായിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ കേസ് ഡയറി തുറന്നു നോക്കാൻ മിനക്കെട്ടിട്ടേയില്ല എന്നും ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. വിചിത്രമായ രീതിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ഒറ്റ നോട്ടത്തിൽ. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് ഒരാഴ്ചയായി. ഈ കാര്യത്തിൽ കണ്ണും കാതും കൂർപ്പിച്ച് ഉറക്കമിളച്ചിരുന്ന ഒരു പത്രപ്രവർത്തകനും ആ വാർത്ത ലഭിച്ചില്ല എന്നത് അത്ഭുതകരമായിരിക്കുന്നു. വേണമെങ്കിൽ രഹസ്യം സൂക്ഷിക്കാൻ പോലീസിനും നമ്മുടെ എക്സിക്യൂട്ടീവിനും നന്നായി കഴിയും. അതവർക്ക് ഗുണം ചെയ്യുന്നിടത്തോളം കാലം എന്നാണ് ഈ കേസ് നമ്മോട് പറയുന്നത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു ദേശാഭിമാനി ലീഡ് വാർത്ത. സോളാർ തട്ടിപ്പിൽ പങ്കില്ലെങ്കിൽ ചോദ്യം ചെയ്തത് എന്തിന് എന്ന് ഹൈക്കോടതി. PP താജുദ്ദീൻ ആ വാർത്ത ദേശാഭിമാനിയിൽ തരുന്നത് ഇങ്ങനെ: സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. തട്ടിപ്പിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ശ്രീധരൻ നായരുടെ കേസിലാണ് ചോദ്യം ചെയ്തത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. മാതൃഭൂമിയുടെ അവസാനപുറം പേജിൽ മറ്റൊരു വാർത്ത ഇതുമായി ബന്ധിപ്പിച്ച് ഉണ്ട്. ADGP നടത്തിയത് ചോദ്യം ചെയ്യലോ അഥവാ മൊഴിയെടുക്കലോ എന്ന നിലയ്ക്കുള്ള തർക്കങ്ങൾ നിൽക്കുമ്പോൾ ദേശാഭിമാനിയുടെ അവസാനപുറം പേജിൽ വരുന്നൊരു വാർത്ത കാണുക. ADGP നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എഴുതിയെടുക്കൽ. മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട്. ആ പ്രസ് സെക്രട്ടറി ചെയ്യേണ്ട ജോലിയാണ് ADGP ഹേമചന്ദ്രൻ ചെയ്തത് എന്ന് ദേശാഭിമാനി നമ്മോട് പറയുന്നു. കാണുക. സോളാർ തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് മുഖ്യമന്ത്രിയുടെ വിശദീകരണം എഴുതിയെടുക്കുക മാത്രം, അല്ലാതെ മുഖ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ വിശദമായ ചോദ്യം ചെയ്യലോ ഉണ്ടായിട്ടില്ല. ഇക്കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. അവസാന ഘട്ടത്തിലും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്ന നിലയ്ക്കുള്ള ഒരാശയമാണ് ദേശാഭിമാനി ഈ ന്യൂസിലൂടെ നമ്മോട് പറയുന്നത്. മംഗളം പത്രം ഇത് ലീഡാക്കുമ്പോൾ 2 കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് അവതരിപ്പിക്കുന്നു. കാണുക. AG ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ മംഗളം നടത്തിയ ഒരു അന്വേഷണം. ഒരാഴ്ച മുന്നേ മംഗളത്തിന് പോലും, മംഗളം എന്ന പത്രം സ്വാഭാവികഗതിയിൽ നമ്മുടെ അനുഭവം വെച്ചാണെങ്കിൽ പലപ്പോഴും പോലീസ് കഥകൾ
സത്യസന്ധമായി മുന്നോട്ട് വയ്ക്കാൻ പ്രാപ്തിയുള്ള പത്രമാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവർക്ക് പോലും ഇതേ സംബന്ധിച്ച വാർത്ത കിട്ടിയില്ല. എങ്കിലും ഇന്ന് അവർ വാർത്ത തരുമ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് AG ഹൈക്കോടതിയിൽ പറഞ്ഞത് ശരിയോ തെറ്റോ കാണുക. സോളാർ കേസ് ചോദ്യം ചെയ്തില്ല എന്ന് അന്വേഷണ സംഘം. അഡ്വക്കേറ്റ് ജനറൽ ഒരു വഴിക്ക്, അന്വേഷണ സംഘം മറുവഴിക്ക്. നടന്നത് മൊഴി രേഖപ്പെടുത്തൽ എന്ന് ADGP മംഗളത്തോട് പറഞ്ഞു എന്നാണ് മംഗളം അവകാശപ്പെടുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തതായ അഭ്യൂഹങ്ങൾ നിഷേധിച്ച പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ക്രിമിനൽ നടപടി ചട്ടം 162 വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘ തലവൻ ADGP ഹേമേന്ദ്രൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾക്ക് മറുപടി നൽകേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം മംഗളത്തോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തുടർ വിവാദമാകാൻ പോകുന്നത് ഇതായിരിക്കും. കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു ചോദ്യം ചെയ്തുവെന്ന്. അസന്നിഗ്ധമായി പറയുമ്പോൾ ADGP പറയുന്നു ചോദ്യം ചെയ്തില്ല, മറിച്ച് മൊഴിയെടുക്കുക മാത്രമായിരുന്നു എന്ന്. ആ വ്യത്യാസം പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിടും എന്ന് കരുതുന്നതിന് ന്യായമുണ്ട്. ആന്ധ്രയിലെ പ്രക്ഷോഭ ചൂട് അത് പുതിയ ചക്രവാളങ്ങളെ പുൽകുന്ന വാർത്തയാണ്. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ആന്ധ്രയുമായി ബന്ധിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നു.